നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 ഇടവം 18 മുതൽ 24 തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള, അതായത് 2025 ജൂൺ 1 മുതൽ 7 തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ആഴ്ചയിൽ പ്രധാനമായും സംഭവിച്ച ചാരവശാലുള്ള ഒരു മാറ്റം, ശുക്രൻ മേടൻ രാശിയിലേക്ക് വന്നു എന്ന ഒരു പ്രത്യേകതയാണ്. വ്യാഴം മിഥുന രാശിയിലേക്ക് പ്രവേശിച്ചു, രാഹു കുംഭത്തിലേക്ക് വന്നു. ഈ ആഴ്ചയിലുള്ള ഒരു പ്രധാന പ്രത്യേകത ശുക്രൻ്റെ രാശി മാറ്റമാണ്. അപ്രകാരം തന്നെ ചന്ദ്രൻ അമാവാസി കറുത്ത വാവ് കഴിഞ്ഞ് ചന്ദ്രൻ ബലവാനായി സ്വന്തം ക്ഷേത്രമായ കർക്കിടകത്തിൽ വന്നു. അവിടെ ചൊവ്വയ്ക്ക്, നീചസ്ഥനായ ചൊവ്വയ്ക്ക് ആ ചന്ദ്രൻ്റെ യോഗം ഒരു ദിഗ്രഹ യോഗമാണ്. അതിനാൽ ചൊവ്വയുടെ ആ കാഠിന്യത്തെ ശമിപ്പിക്കുവാൻ ചന്ദ്രന് കഴിയുന്നു. പ്രത്യേകതയുള്ള ഈ വാരത്തിൽ നമുക്ക് മേടം മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ചർച്ച ചെയ്യാം. എല്ലാവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഉത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു കന്നിരാശി. ഇവിടെ കന്നിരാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 6-ാം ഭാവത്തിൽ രാഹു, 7-ാം ഭാവത്തിൽ ശനി, അഷ്ടമത്തിൽ ശുക്രൻ, 9-ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, 10-ാം ഭാവത്തിൽ വ്യാഴം, 11-ാം ഭാവത്തിൽ ചന്ദ്രനും ചൊവ്വയും, 12-ൽ കേതു. ഇവിടെ കന്നിരാശിക്കാർക്ക് ഒരു വിഷയം നാം ശ്രദ്ധിക്കേണ്ടത്, 9-ാം ഭാവാധിപനായ ഭാഗ്യം, ധനം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ശുക്രൻ അഷ്ടമഭാവത്തിൽ നിൽക്കുന്നു. ശുക്രൻ 8-ൽ വന്നാൽ മെഡിസിൻ സ്റ്റുഡൻസിന് വളരെ നല്ലതാണ്. ഈ വാരക്കാലം മെഡിക്കൽ സ്റ്റുഡൻസിന് വിദേശത്ത് പോകുവാനും പഠനവുമായി ബന്ധപ്പെടുന്ന യാത്ര അനുകൂലമാക്കുവാനും അതിനുവേണ്ട സർക്കാരിൻ്റെ ലോണുകൾ സ്വീകരിക്കാനും വളരെ അനുകൂലമാണ്. പലപ്പോഴും ലോണ് സ്വീകരിക്കുമ്പോൾ വളരെയധികം ബാങ്കിൻ്റെ നിബന്ധനകൾ വന്ന് തനിക്കത് പ്രയാസങ്ങളുണ്ടാക്കും. അതിനാൽ വളരെയധികം തയ്യാറെടുപ്പ് നടത്തി മാത്രം ബാങ്കിനെ സമീപിക്കുക. വളരെ പെട്ടെന്ന് തന്നെ ബാങ്കുകാർ നിങ്ങളെ ഉപേക്ഷിക്കും, നമ്മെ ഉപേക്ഷിക്കും. ഒരു സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞു, ഇല്ല ഇവിടെ ലോണില്ല. അങ്ങനെയല്ല. അതിന് പഠിച്ചതിന് ശേഷം, സാധ്യതകളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന ലോണിനൊക്കെ സ്വീകരിക്കണം. മെഡിക്കൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ മെഡിക്കലുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾക്ക് യാത്ര ചെയ്യുന്നവർക്ക് വളരെ നല്ല വാരമാണ്. അഷ്ടമത്തിൽ ശുക്രൻ വന്നാൽ അങ്ങനെയൊരു ഗുണമുണ്ട്. പ്രത്യേകിച്ച് ശാരീരികമായി ശ്രദ്ധിക്കേണ്ടത്, ഷുഗർ പേഷ്യൻസിന് വളരെയധികം, അല്ലെങ്കിൽ ഡയാലിസിസ് പേഷ്യൻസിന് വളരെയധികം ശാരീരികമായ ക്ലേശങ്ങൾ വരും. അഷ്ടമത്തിൽ ശുക്രനാണ്. പലപ്പോഴും പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു കാളസർപ്പയോഗത്തിൻ്റെ സമയമാണ്. 12-ാം ഭാവത്തിൽ കേതുവാണ്. പലപ്പോഴും പാദങ്ങൾക്ക് അടിപതറും, വീഴ്ച സംഭവിക്കാം. അതിനാൽ ദുർബലമായ പാദങ്ങളെ ശ്രദ്ധിക്കുക. തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കാൻ വളരെയധികം സാധ്യതകൾ കൂടുതലാണ്. 9-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു. ഭവേ ദീക്ഷിതഃ സ്വർഗുനി സ്തോതകഃ, സ്വർഗംഗയിൽ പോയി കുളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തീർത്ഥയാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇവിടെ കന്നിരാശിക്കാർക്ക് ഈ വാരം വളരെ അനുകൂലമാണ്. 10-ൽ വ്യാഴമുണ്ട്. പല സ്ഥലത്തും ഈ മഴക്കാലത്തൊക്കെ, ഇനി വരുന്ന മാസങ്ങളിലൊക്കെ തന്നെ എന്ത് ചെയ്യാം, ഈ വരുന്ന ഒരാഴ്ചക്കാലം ചില ധർമ്മദൈവ സങ്കേതത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ അന്നദാനം ചെയ്ത് തൻ്റെ ദൈവികത തനിക്ക് പൂർണ്ണമായി തനിക്ക് ലഭിക്കുവാനുള്ള അവസരവും കൂടി സംജാതമാകുകയാണ്. കാരണം 10-ലെ ബുധനാണ്. ചിത്രപ്പണികളോടുകൂടിയ വീട് തനിക്ക് ലഭിക്കുമെന്നാണ്. അതിനാൽ ഭൂമി ലാഭം, ഗൃഹനിർമ്മാണം, പജൽ പ്രത്യഹം പ്രസ്ഥ സാമുദ്രമന്നം, ഒരിടങ്ങഴി ഉപ്പിൻ്റെ അരി വെച്ച് കൊടുക്കുമെന്നാണ്. അതിനാൽ ധാരാളം പേർക്ക് അന്നദാനം ചെയ്യുവാനുള്ള, ഗൃഹപ്രവേശനത്തിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു തീർക്കുക. അത് വളരെ അനുകൂലമായിട്ട് വരും. ഇതിനൊക്കെ ഈ ഒരു മാസം വളരെ അനുകൂലമാണ്. പക്ഷേ അടുത്ത മാസം മുതൽ മിഥുനമാണ്. മിഥുനം മാസം കോൺമാസമാണ്. അതിനാൽ ജൂൺ 15 മുതൽ വരുന്ന ഒരു മാസക്കാലം കോൺമാസമാണ്. പിന്നെ ജൂലൈ 15, 16 മുതൽ വരുന്ന കർക്കിടക മാസം ഒരു ശുഭകാര്യങ്ങളും നാം അനുഷ്ഠിക്കാറില്ല. അത് ദൈവികമായ ശക്തി ലഭിക്കേണ്ടുന്ന മാസമാകുന്നു. പിന്നീട് ആഗസ്റ്റ് 17 മുതലാണ് ചിങ്ങമാസം നമുക്ക് വരുന്നത്. അത് ഗൃഹപ്രവേശനത്തിനും കുറ്റിയടിക്കുവാനും ഒക്കെ വളരെ നല്ലതാണ്. കർക്കിടക മാസം ദൈവികമായ വിഷയങ്ങൾ, പ്രാർത്ഥനകളും
മറ്റ് വഴിപാടുകളും മന്ത്രങ്ങളും ഇതൊക്കെ ജപിച്ച് രാമായണ പാരായണം നടത്തി വിഷ്ണു സഹസ്രനാമം നടത്തി ഈ രീതിയിൽ രാമൻ്റെ അവദാനങ്ങൾ വാഴ്ത്തുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ച് ദുരിതങ്ങളെ മാറ്റണം. ഗണപതി ഹോമം, സുദർശനോമം, മൃത്യുഞ്ജയ ഹോമം ഇതൊക്കെ കർക്കിടക മാസത്തിലാണ് നാം അനുഷ്ഠിക്കാറുള്ളത്. അതിനാൽ എല്ലാ ദുരിതങ്ങളും കർക്കിടക മാസത്തിൽ മാറ്റി ചിങ്ങമാസത്തെ നാം വരവേൽക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർക്കും സുശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.